കാരണം നമ്മളൊക്കെ എന്തിനാടാ POV റെക്കോർഡ് ചെയ്യുന്നത്? നമ്മളെന്തിനാ റെക്കോർഡ് ചെയ്യുന്നത്? അവർക്കൊരു ലോഡ് എന്നാ നീ അവസാനമായിട്ട് വിളിച്ചേ? ഇടയ്ക്ക് കാണുന്നതാ മാറണ പോവല്ലേ? അയച്ചു നിൽക്കുക അണ്ണനെ തൊട്ട് നോക്കണേ. ഇറങ്ങിയല്ലോ. തൊട്ടായിരുന്നെ ഗുണം അറിയാനല്ലോ. അയ്യോ അറിയാൻ പറ്റിയാടാ. ഞാൻ അടിച്ചു എല്ലാ വണ്ടി ഇവിടെ ഇപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ 5 വണ്ടിയുണ്ട്. ആ ഇട്ട് വാ ഒരു വണ്ടി കുഴിയിലോട്ട് പോയേ. ആ അല്ല വന്നത് നോക്കി കണ്ടൊക്കെ ഓടിക്കാൻ ഞാൻ ചെയ്ത് അബദ്ധത്തിൽ എങ്ങാനും നിനക്ക് ആരെല്ലാം അടിയിലടിച്ചെങ്ങനെ ഒരു പിക്ക് കിട്ടിയാ പോയി അത് സീനാവും. അങ്ങനെയാണെ ഞാൻ തന്നെ അവിടെ കയറി ബാക്കി മറന്നുപോയാ? ഇല്ല പറയുന്നില്ലടാ, അത് വേറെ ചിലപ്പോ പ്രശ്നമായല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയല്ലേ നീ? കേക്ക നന്നായി. എടാ ഇന്ന് എന്റെ കൂടെ അല്ലേ കളിക്കുന്നത്? നിനക്ക് എന്തായാലും ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തും. ഞാൻ ഇത് പഠിക്കാൻ പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുത്തണം. ഇത് പരീക്ഷണ ഓട്ടമാണ്, മനസ്സിലായോ? അടി തുടങ്ങിയ അണ്ണ നമ്മുടെ ടീമായിരുന്നത്. ഇറങ്ങല്ലേ വണ്ടി നിന്ന് മാറിക്ക്. ഓ അയ്യോ ഒരു സെക്കൻഡ് നേരത്തെ വന്നാലും നമ്മൾ അടിക്കായിരുന്നു കേട്ടാ. ജയിലോട്ട് പോയ ആരാത്? ഗ്രൈൻഡ് നമ്മുടെ രണ്ടുപേര് കത്തി. അണ്ണാ 2 പിക്ക് എടുത്തിട്ട് നമുക്ക് BGM ഇട്ട് റീൽ ഇറക്കണേടാ. അണ്ണാ 2 പിക്ക് എടുത്തിട്ടാണ് TV ഓഫീസിൽ കൊളാബ് ഒരു അക്സെപ്റ്റ് ചെയ്യണം. അവര് റേഡിയോയിൽ വരട്ടെ, അന്നേരം നമുക്ക് പോയി വിളിക്കാം. ആ സക്കീർ എത്തി. സക്കീർ ഒരു വണ്ടി എടുത്ത് വാടാ, സാൻഡിലോട്ട് വാ. ഞാൻ സാൻഡിൽ നിന്ന് പിക്ക് ചെയ്തോളാം. വാറിന്റെ ഇടയ്ക്കൊക്കെ കത്തി പോവാന്ന് പറഞ്ഞിട്ട് എന്താ കണ്ണായത്? എടാ അതല്ല, നിന്നെ പോലെ എല്ലാവർക്കും ഇങ്ങനെ ലൈവ് തെണ്ടാനുള്ള ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ ലോസ്പെക്ക് ഉള്ളവരുണ്ടാവും. ഞാൻ 180 ആണ്. 180 അവൻ 180. എന്നിട്ട് നമ്മളെ കത്തിയാണ് മനസ്സ് എന്നോടൊക്കെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വാറൊക്കെ കളിയുമ്പോ കുറച്ച് സീരിയസ് ആയിട്ട് ഇവര് കണ്ട പോളൊക്കെ പറയണം. അതൊക്കെ ഒന്ന് കേക്ക്. ഓരോരുത്തരും ഓരോ ഇതിലുണ്ട്. ഞങ്ങൾ കോളും കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എയർഫീൽഡിന്റെ ഫ്രണ്ടില് മേളിലുണ്ട് മലയില്. എയർഫീൽഡിൽ വന്നിട്ട് വിളിച്ചാൽ മതി. ആ കോള് തന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എയർഫീൽഡിലോട്ട് വരാം. ഹലോ മറ്റേ പമ്പിന്റെ അടുത്ത് നിൽക്കട്ടെ. നമ്മള് തിരിച്ചു വന്ന സമയത്ത് മറ്റേ ഗോപു വരുവാണെങ്കിൽ അവനെ പിക്ക് ചെയ്യാം. ആ അല്ലല്ല, ഇവിടെ അടുത്ത എവിടെയാണ്? കുഴപ്പമില്ല. ഇവിടെ വന്ന് പൊക്കെ അവൻ വരട്ടെ എന്തായാലും. ലൊക്കേഷൻ കേട്ടാ. അടി പോവില്ലല്ലോ ചെക്ക, വണ്ടി കയറി. വണ്ടിയിലൊരു പാട്ടിട്ടോട്ടെ, പാട്ടിട്ട് അടിക്കാൻ. കോളും പറയും കേൾക്കാതെ കളി ഇറങ്ങണം കളിച്ച് അടിക്കുവോ ഞാൻ? ഇപ്പഴേ പോണ്ടാ. എത്ര പേരില്ലാണ് അടിക്കാനാണ്? നമ്മള് 2 പിള്ളേരോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? എനിക്കത് വിഷമാവുന്നു അണ്ണൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. പണ്ടൊന്നും ഇങ്ങനെ ദേഷ്യപ്പെടത്തില്ലായിരുന്നല്ലോ അണ്ണൻ. ഒന്നും പറയുന്നില്ല. ഞാൻ ഒന്നും മിണ്ടാതെ വാടച്ചിരിക്കും.
നമുക്ക് 2-3 കോളൊക്കെ കൊടുത്താലോടാ. അണ്ണ ഞങ്ങള് കോള് കൊടുത്തോട്ടെ. ഞങ്ങളും കൂടെ കോള് കൊടുത്തോട്ടെ. നീയൊക്കെ റേഡിയോക്കകത്ത് മിണ്ടി അപ്പോഴേ ഞാൻ തൂറി പൊതിഞ്ഞു കെട്ടി കവറിനകത്താക്കി വായിലടിച്ചു. എന്തൊക്കെയാ അണ്ണാ പറയുന്നേ? മലയാളോട്ടോ അക്കിര എത്രടാ? ഞാൻ എയർഫീൽഡിലുണ്ട്. എയർഫീൽഡ് എത്തിയോ? നീ സിവിലിയൻ വണ്ടിയിലാ കളിക്കുന്ന കാറ്? അല്ല എയർഫീൽഡിലുണ്ടല്ലോ. നീ എവിടെ? ഗ്യാങ് വണ്ടിയിലാണോ വന്നേ? ആ അതെ അതെ. നൈസ്. ഡ്രോപ്പ് ചെയ്യും. അവിടെ പൊട്ടിത്തെറിക്കുന്ന സാധനം ഉണ്ട്. അയ്യോ അത് നീ ഒരു സക്കീർ എന്താ ഗ്യാങ് വണ്ടി അങ്ങനെ എടുത്തു? നീ എന്തിനാ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് വന്നേ? ഇപ്പൊ അവന്മാര് കണ്ടായിരുന്നു നിന്നെ ഇപ്പൊ കൊള്ളൂലായിരുന്നോ? സമാധാനം വീട് കണ്ടില്ലല്ലോ, ഞാൻ നോക്കിയല്ലേ വരത്തുള്ളൂ. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ? നീ നമുക്ക് കോൾ ഔട്ട് ചെയ്യുന്നില്ല. ഗ്യാങ് വണ്ടിക്ക് കോൾ ഔട്ട് ചെയ്യാത്ത എന്താ? വണ്ടി കണ്ടായിരുന്നു ഞാൻ. അത് ഇറങ്ങി തോന്നുന്നു. ഞാൻ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. സക്കീർ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നീ എന്തിനാ തർക്കിക്കാൻ? കണ്ണാപ്പി മിണ്ടല്ലേ. എനിക്ക് റേഡിയോ കോൾ കേൾക്കണില്ലേ? ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കരയുക. അവന്മാരിപ്പം പല വണ്ടികളും നമ്മളെ കമ്മിറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ അവരാധം കാണിച്ച് വാറങ്ങളും ബാക്കി അന്നേരം പറയാം. ഇതിന്റെയൊക്കെ മോങ്ങൽ റിയൽ മോങ്ങലാക്കി തരാം ഞാൻ. നല്ല ഡ്രോപ്പ് ഉള്ള ഒരു ക്ലോസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കി. നല്ല സ്ഥലമുണ്ട് അവിടെ. ലോങ് ഒരു വണ്ടി വരുന്നല്ലോ അവിടെ. ആ ലോങ് കത്തണ് എന്റെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ കളിക്കല്ലേ. ഒന്ന് ചില്ലാവ് ബ്രോ. വാറ് കമ്മിറ്റ് ആവുമ്പോ അതിന്റെ സീരിയസ്നെസ് വരുവാണ്. നിങ്ങളൊന്ന് ചില്ലാവ് ഗൈസ്. നമ്മൾ ഇതായിട്ട് കളിക്കുമല്ലോ. ഈ റിപ്പയറിന് ഇവിടെ വേറെ ഫൈറ്റ് നടക്കും കേട്ടാ. ഭയങ്കര ഡ്രോപ്പറാ. നമ്മുടെ ലൊക്കേഷന് മറ്റേ ഇത് കൊടുക്ക്. മറ്റേ സാൻഡി എയർഫീൽഡ് കൊടുക്ക്. വരാൻ പറ. വാ എയർഫീൽഡിലോട്ട് വാ. സാൻഡി എയർഫീൽഡ് കൊടുത്തോ. ഇവിടെ കളിച്ചാൽ കത്തിപ്പോയ എല്ലാരും കത്തിപ്പോയേ. വാ ഗോകുനെ പിക്ക് ചെയ്തായിരുന്നോ? രണ്ട് മൂന്ന് ഇത് ക്ലൈമറ്റ് മാറി പകലാണെങ്കിൽ എന്നെ ഒന്ന് റീഷെയ്ഡ് ഓഫ് ആക്കാൻ ഓർമ്മിപ്പിക്കണേ. ദൈവന്മാരെ കഴിഞ്ഞു തോന്നുന്നു. ഓൾഡൗൺ ഒക്കെ ചോദിക്കുന്നു. TBS ഡ്രോപ്പ് ഉണ്ടാവും. ഇവന്മാരതാ നമുക്ക് പറ്റിയ അറിയല്ല. പക്ഷെ ഈ റീഷെയ്ഡിൽ ഹൈന കാണാൻ ഭയങ്കര രസമാണ്. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേസ്. അമ്മ ഓൾഡൗൺ ഇട്ടറാ. അമ്മ ഓൾഡൗൺ ഇട്ട് കഴിഞ്ഞ് എയർഫീൽഡിലല്ലേ പറഞ്ഞു. അങ്ങോട്ട് പോകാം. മല പിടിക്കാം. നമ്മുടെ കൺട്രോൾ ചെയ്യണം. എന്താടാ വിഷമായാടാ? അറിയാണോ നീ? നമ്മുടെ വണ്ടി പറഞ്ഞടാ. നമ്മുടെ വണ്ടി പറഞ്ഞടാ. പിന്നെ വണ്ടി നൂന്നപ്പോ പോയവരെ ഞാൻ തിരിച്ചു വിളിക്കണോ? ഞാൻ ഇനി തിരിച്ചു വരാൻ പറഞ്ഞു. ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ. അണ്ണ വലതോട്ട് നിന്റെ ആർട്ടിഫിഷ്യൽ ചോദ്യം എനിക്ക് മനസ്സിലായ. നീ കണ്ടില്ലല്ലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു? ആ കള്ളക്കുണ്ണേ. ഈ വണ്ടിയിലാണ് ഗിരിയണ്ണൻ. ഈ വണ്ടിയിൽ ഗിരിയണ്ണ. വെൽക്കം എഡ്വിൻ ജോൺ ടു IDS. ഒരു മിനിറ്റ്. എക്സ്ട്രാ ഉണ്ടോ ആരുടെ കയ്യില്? ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങി അടിക്കട്ടെ. എന്താ പറയണേ?
ഇവിടെ ഇറങ്ങ് മേളി. നമ്മുടെ ആരുടെ ടയർ അടിക്കല്ലേ? ഇവിടുന്ന് റേഞ്ച് ഇല്ലടാ വാ. വണ്ടി എടുത്തോണ്ട് അധികം പോവല്ലടാ, ഒത്തിരി ദൂരത്തോട്ട് പോകല്ല. അമ്മാരി കൊണ്ട് വരട്ടെ, അമ്മാര് വരുന്നേ വരട്ടെ, നമുക്ക് ഇവിടെ കളിക്കാം. അങ്ങോട്ട് പോകുമ്പോ അവന്മാര് പൊസിഷൻ എടുക്കത്തില്ലടാ. മേലെ കുത്തിയേ. റൈറ്റ് കയറടാ പെട്ടെന്ന്. അവിടെ റൈറ്റ് കറങ്ങി കറങ്ങി അടിച്ചാൽ മതി അമ്മമാർക്ക്. പയ്യെ കളിച്ചാൽ മതി. ഇടിച്ചോ ഇടിച്ചോ ഇടിയടാവരാ കടയാടി ഇടി. കത്തിവെച്ച് അടിക്കലടാ. ഹെൽമെറ്റ് പോണവര് റിഫ്രഷ് അടിക്കേ. കത്തിവെച്ച് അടിക്കല്ല, കൈ കൊണ്ട് റിഫ്രഷ് അടിച്ചടി അടി അടി അവനടി. എടാ ഇവിടെ മറ്റേ ഇടിക്കാൻ പറ്റൂല, ഇതില്ലടാ, എയിം ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. വെടിവെച്ച് ഇടിക്കാൻ പറ്റുന്നില്ല കേട്ടാ. അവനെവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ അതൊന്നും ഇരിക്കാൻ പറ്റത്തെ. ഇതാണോ നീ റേഡി ആയിരുന്നു മാസം അടിച്ചേ? ഇതാണ് നീ ഇത്ര സമയം വേണമെന്ന് പറയുന്നതിനാണ് പോ ചെന്ന് വാറെല്ലാം വിളിച്ചത്. ഒരുവിധ യോഗ്യതയൊക്കെ വേണം. ഒന്നും നിനക്കായിട്ടില്ല, മനസ്സിലായോ? നീ ഒന്നും തിരക്കേണ്ട കാര്യമില്ല, നമ്മുടെ കാര്യം മനസ്സിലായോ? കേട്ടായിരുന്നില്ല എന്തോ നീ തിരക്കുന്നത്. ഞങ്ങളുടെ കാര്യം നീ തിരക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നീ നക്കി നക്കി വന്ന പോലെ നീ ഒന്നും കേറത്തില്ല. 2 മിനിറ്റ് വാർന്നൊരു 1 മിനിറ്റ് നീ കയറി വേഗം. സത്യം വലിയ അവര് പെട്ടെന്ന് ചക്കീറൊക്കെ ചെത്തി ഇടമുണ്ട് ഇവിടെ.